ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ കോപ്പൻഹാഗനിലെത്തി. കോപ്പൻഹാഗനിൽ ഈവനിങ്ങിലേക്ക് നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ കണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് നമ്മളെ ഹോട്ടലിൽ ഇതാ സ്റ്റേഷനോട് അടുത്ത് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഇന്നലെ പോയ സ്ഥലം, ഇതിലെ കുറച്ച് വേറൊരു 1-2 സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ കാണാം. അതല്ലെങ്കിൽ 40 മിനിറ്റ് ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വീഡനിലെ ഒരു ഭാഗമായിട്ടുള്ള മാൽമോയിലെത്തും. മാൽമോ, അതായത് സ്വീഡൻ്റെ 3rd ലാർജസ്റ്റ് സിറ്റിയായ മാൽമോ. നമ്മളെന്ത് തീരുമാനിച്ച് നമ്മൾ ഏതായാലും മാൽമോയിൽ പോകാമെന്ന് വിചാരിച്ച്. 40 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ട്രെയിനാണ്ട്. ഒരു അരമണിക്കൂർ കൂടുമ്പോഴും ഇവിടുന്ന് മാൽമോയിലേക്കുള്ള ട്രെയിനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഏതായാലും മാൽമോ പോവാം. അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാമെന്നുള്ള പ്ലാനിങ്ങിൽ. അപ്പോൾ നമ്മളെ ട്രെയിന് ട്രാക്ക് 7 ആണ്. ഇതാണ് കോപ്പൻഹാഗന് സെൻട്രൽ സ്റ്റേഷന്. വലിയൊരു സ്റ്റേഷൻ തന്നെയാണിത്. പിന്നെ ഇവിടെ ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിന്, ബസ്, മെട്രോ ഒക്കെ ഇവിടെ ഒരു ടിക്കറ്റ് തന്നെ അവിടെ ഉള്ളത്. പക്ഷേ നമ്മളതിൽ യൂറൈൽ പാസ് ഉണ്ടായതിനെ കൊണ്ട് പിന്നെ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. ട്രെയിന് നമുക്ക് ആ പാസിൽ ബൈക്കിൽ പോവാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പം വന്ന ട്രെയിന്, മാൽമോയിലേക്കുള്ള ട്രെയിന്. നല്ല ആളുകളല്ലേ ശരി. മാൽമോയിലേക്കുള്ള ട്രെയിന് കയറി പോകാം. ഇനി സീറ്റ് റിസർവേഷനൊന്നും ആവശ്യമില്ല, ജസ്റ്റ് കയറാം. ഇനിയിപ്പോൾ 40 മിനിറ്റ് നമ്മൾ മാൽമോയിലെത്തും. അതായത് സ്വീഡൻ്റെ 3rd ലാർജസ്റ്റ് സിറ്റിയായ മാൽമോ. നമ്മൾ ഈ മാൽമോ പോകുന്നത് ഈ കോപ്പൻഹാഗനും മാൽമോ കണക്ട് ചെയ്യുന്ന, അതായത് ഡെൻമാർക്കിനെയും സ്വീഡനെയും കണക്ട് ചെയ്യുന്ന ഓറസൺ ബ്രിഡ്ജ് ത്രൂ ആണ് നമ്മൾ മാൽമോയിലേക്ക് പോകുന്നത്. ഓറസൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 കിലോമീറ്റർ ലോങ് ബ്രിഡ്ജാണ്. അതായത് ഡെൻമാർക്കിനെയും സ്വീഡനെയും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്. അത് 4 കിലോമീറ്റർ കടലും പിന്നെ 4 കിലോമീറ്റർ ടണലുമാണ്. അപ്പോൾ ഒരു ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിൽ നിന്ന് നമ്മളിപ്പോൾ ഉള്ളത് കോപ്പൻഹാഗനിൽ. ആ ബ്രിഡ്ജ് കഴിഞ്ഞ് അപ്പുറത്തെത്തി കഴിഞ്ഞാൽ സ്റ്റേഷനിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാൽമോ സ്വീഡനെത്തി. ടണൽ കഴിഞ്ഞാൽ ബ്രിഡ്ജ് എത്തി. കണ്ടോ, മേലെ കൂടെ വണ്ടികളൊക്കെ, താഴെ കൂടെ ട്രെയിനും. എന്തായാലേ കടലിൻ്റെ മേലെ കൂടെ ഉള്ള ബ്രിഡ്ജ്. ഇനി നമ്മൾ കടലിൻ്റെ ആ സൈഡിലെത്തി കഴിഞ്ഞാൽ മാൽമോ സ്വീഡൻ. മാൽമോ സെൻട്രൽ സ്റ്റേഷനിൽ അപ്പോൾ ഉള്ളത്. മാൽമോ അതൊരു അണ്ടർഗ്രൗണ്ട് ആണല്ലോ അല്ലേ? അണ്ടർഗ്രൗണ്ടിലാണ് സ്റ്റേഷന്. നല്ല തണുപ്പുണ്ട് അത്യാവശ്യത്തിന്. നല്ല പണിയല്ല ആവശ്യമല്ല കിട്ടിയത്. ഏകദേശം 3 ഫ്ലോർ ഹൈറ്റ് ഉണ്ടാവും. ഈ എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ല, സ്റ്റെപ്പ് കയറി പോണ പോലെ ഇങ്ങനെ പോകണം. കയറിക്കോളി. മുകളിൽ നിന്ന് താഴേക്കുള്ള വരുന്നുണ്ട്, മുകളിലേക്ക് ഇങ്ങനെ നടക്കണം. ഇത് വലിയ സ്റ്റേഷനാണല്ലോ. അത്യാവശ്യത്തിൽ വലിയ സ്റ്റേഷനാണ്. സ്റ്റേഷനുള്ളതാണ് അണ്ടർഗ്രൗണ്ടിലാണ്. നല്ല വെയില്, ഞാൻ നല്ല കണുത്ത കാറ്റ്. പക്ഷെ ഇന്നലെ ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ ഇന്ന് കുറച്ച് മഴ ചെയ്യാനുള്ള സാധ്യത എന്നൊക്കെ കണ്ടിട്ടില്ല. ഇത്ര വെയിലുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. മാൽമോ സെൻട്രൽ സ്റ്റേഷൻ. ഇപ്പം നമ്മളുള്ളത് മാൽമോയിൽ, അതായത് സ്വീഡൻ്റെ 3rd ലാർജസ്റ്റ് സിറ്റിയായ മാൽമോയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സമയം 1 മണി. നമ്മൾ സ്റ്റേഷനിൽ നിന്ന് നേരെ പുറത്തിറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു 2-3 സ്ഥലമുണ്ട് ഈ ഒരു ഏരിയയിലുള്ള നമുക്കിന്നിപ്പോൾ കാണാൻ പറ്റുന്ന. നമുക്കൊരുപാട് ഒരു 4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ പ്ലാനിങ്. ഇവിടെ ഇപ്പോൾ മാൽമോയിൽ ലൊക്കേഷനിൽ ഇപ്പോൾ ടേണിംഗ് ടൗസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോളസ്റ്റ് ബിൽഡിംഗ്, 50 ഫ്ലോർസിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടുന്ന് 1-1.5 കിലോമീറ്റർ അപ്പോൾ കാണിക്കുന്നത്.
ഇവിടെ ഒന്നും ആൾക്കാരില്ല കേട്ടോ. അപ്പോൾ 1 മണിക്ക് ഭയങ്കര കാലിയായി കിടക്കണേ. ഈവനിങ്ങിലായിരിക്കും ഇവിടെ ഒന്നും കൂടി ഒരു ആക്റ്റീവ് ആവല് തോന്നുന്നത്. ആ ടേണിംഗ് ടോസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റൂ. അവിടെ കണ്ട ഒരു മോളിൽ കാണാൻ ഒരു വലിയൊരു ബിൽഡിംഗ് ആണ്. അവിടെ കിലോമീറ്ററോളം ഉണ്ട് അവിടേക്ക്. ഇവിടെയൊക്കെ നല്ല ആള് കുറവുണ്ട്. ഞാൻ നോക്കാണ് ഇതെന്താന്ന്, പിന്നെ മനസ്സിലായത് ഇന്ന് സൺഡേ ആണെന്നുള്ളത്. സൺഡേ പൊതുവെ ഇങ്ങനത്തെ ഇതിലൊക്കെ ഭയങ്കര ആള് കുറവായിരിക്കും. കംപ്ലീറ്റ് ക്ലോസ് ആയിട്ട് കിടക്കുന്നതാണ് കാണുന്നതും ഷോപ്പൊക്കെ. ഞായറാഴ്ച ആയതുകൊണ്ട് സ്കേറ്റിങ്ങിന്റെ രീതിയാണ് അവിടെ. കുട്ടികളൊക്കെ സ്കേറ്റിംഗ് ചെയ്യണം. ഒന്ന് കാണാം ആ ടേണിംഗ് ടോസ് എന്നുള്ള ബിൽഡിംഗ്. നമ്മളെ എനിക്ക് ചെയ്തോളൂ കേട്ടോ. ചെയ്തോ, അതാ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇടിക്കോ? ഇവിടെ സൺഡേയിലെ മെയിനായിട്ടുള്ള ആളുകളുടെ ആക്ടിവിറ്റിയാണ് അവിടെ സ്കേറ്റിംഗ് ബോർഡ്. നമ്മൾ കുളത്തിലൊക്കെ പോക്കില്ലേ അവിടെ, അതുപോലെ. അപ്പോൾ ഇതാണ് ടേണിംഗ് ടോസോ. 50 ഫ്ലോസിൻ്റെ ഒരു സ്കൈ ക്രേപ്പറാണിത്. അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കിടക്കണതാണ്. ട്വിസ്റ്റ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ടവർ. എനിക്ക് തോന്നുന്നുണ്ട് സ്കാൻഡിനേവിയൻ ഏരിയയിൽ തന്നെ ടോളസ്റ്റ് ടവറാണ്. കാലിയായി കിടക്കണ കേട്ടോ. ആ സൺഡേ എഫക്റ്റാണ് അവിടെ. ഒരു മനുഷ്യന്. ഹലോ, അവിടെ ഉണ്ടോ? പാർക്കുണ്ടോ അവിടെ? പാർക്കാ? കാലിയാണല്ലോ അവിടെ. കാലി സ്ഥലമാണല്ലോ. ഇവിടെയൊക്കെ നോക്ക്. ഇതൊക്കെ എന്താ അറിയില്ല, ഇങ്ങനെ ഒക്കെ ഇല ഇല്ലാതെ കിടക്കുന്ന. ഇലയില്ല, അതായത് വിൻ്റർ അല്ലായിരുന്നു. വിൻ്റർ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ സ്പ്രിങ് ആണ്. അപ്പോൾ അത് ഇങ്ങനെ ഇനിയിപ്പോൾ സമ്മറൊക്കെ ആയിട്ട് വരുമ്പോഴേ അതിലൊക്കെ കംപ്ലീറ്റ് ഇലകളും ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ. അതപ്പോൾ ഇങ്ങനെ ഇപ്പോൾ തണുപ്പ് മാറി വരാണ്. പോയല്ല, ഓടല്ലേ അമ്മ, അങ്ങനെ ഓടല്ല. നോക്കണേ, എമ്മല്ലേ നോക്കാൻ പറയും. ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ട്. ക്ലൈമറ്റ് കുറച്ച് തണുപ്പ് കൂടി. അതുപോലെ തന്നെ ഇപ്പോൾ 3 മണിയായി. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ഈ പാർക്കിലേക്ക് വന്നു തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ കണ്ടോ ഡ്രൈ ആയി കിടക്കുന്നു. ഇതിൻ്റെയൊക്കെ കൊമ്പുകൾ മാത്രമേ ഉള്ളൂ. 2 മാസം സമ്മറൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ട് പിങ്ക് ഗ്ലാസ് ഉണ്ടാവും. പിങ്ക്, അതുപോലെ തന്നെ വൈറ്റ്, ഇതൊക്കെ ആയി വരുന്നുള്ളൂ. ഇതൊക്കെ വളരെ കുറവാണ് കേട്ടോ വണ്ടികളൊക്കെ. അപ്പോൾ ഞായറാഴ്ച ആയിട്ടാണ് ഇന്ന് ഇവിടെ എങ്ങനെ തന്നെ ആണോ എന്നുള്ളതാണ്. ഇതൊക്കെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജനസംഖ്യ കുറവുള്ളൊരു സിറ്റിയാണ് തോന്നുന്നത്. മാൽമോ, അതുകൊണ്ടായിരിക്കണം അത്രക്കും ഒരു കുറവ്. കാരണം അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ വർക്കുകൾ നടന്നിട്ടും അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ. ആളുകളതാ മീനെ പിടിക്കുന്നുണ്ട്.
ഹലോ, ഒന്ന് സ്പീഡിൽ നടന്നോടി. നമുക്കിവിടെ കാണാം സൈഡിൽ ഒരുപാട് സൈക്കിള് കാണാം. ആളുകൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉപയോഗിക്കുന്ന സൈക്കിളാവുന്നു. ടൂ വീലർ കുറവാണ്, അതായത് ബൈക്ക് സ്കൂട്ടറും ബൈക്കൊക്കെ കുറവാണ്. നല്ല അടിപൊളി ബിൽഡിങ്, നല്ല അടിപൊളി റോഡ്, നല്ല വൃത്തിയായിട്ടുണ്ട്. നല്ല തണുപ്പ്. അപ്പം നമ്മൾ നടന്ന് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്, കിങ്സ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഗാർഡൻ്റെ അവിടെ എത്തി. ആൽമോസ്റ്റ് വാഗൻ, അത് കുങ്സ് പാർക്കൻ, ഒരു പാർക്കാണ്. കുങ്സ് പാർക്കൻ ഉണ്ടോ ഇവിടെ? ഗാർഡൻ്റെ നമ്മളിങ്ങനെ ഗാർഡൻ്റെ അകത്തുകൂടെ നടന്ന് വന്ന് കാരണം നമുക്കിവിടെ ഒരു വിൻമില്ല് കാണാം. നല്ല അടിപൊളി വിൻമില്ല്, നല്ല അതായത് ഈ പച്ച പുല്ല്, ചുറ്റോട് നല്ല ഗ്രീനറി, അതുപോലെ നല്ല ക്ലൈമറ്റ്. ഹലോ, റെസ്റ്റ് എടുക്ക. ഇവിടെയൊക്കെ സമ്മറൊക്കെ ആകുമ്പം തന്നെ ഫുള്ളായിരിക്കും മിക്കവാറും ആളുകൾ. ഈ പാർക്ക് മിക്കവാറും നിറയിലായിരിക്കും ആളുകൾ കൊണ്ട്. നമ്മൾ ആ ഗാർഡൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു കിടക്കുകയാണ് നമ്മൾ സ്റ്റേഷനിലേക്ക്. ഇപ്പോൾ 5 മണി ആവുന്നുള്ളൂ, പക്ഷെ മഴ ചാരുന്നുണ്ട്. മഴ പെയ്താൽ നമ്മൾ പെട്ടുപോകും. ഇവിടെ കയറിക്കാനും കഴിയില്ല. സ്റ്റേഷനിലേക്കൊരു 10-20 മിനിറ്റ് ഉണ്ട് നടക്കാൻ. മഴ ലേറ്റായിട്ട് പെയ്യാൻ തുടങ്ങി. പെടോ ശല ഇതാ ഗ്രീനാണ് ക്രോസായി. അപ്പോൾ നമ്മൾ മാൽമോനിൽ നിന്നും കുറച്ച് മഴയൊക്കെ കൂടിയപ്പോൾ പെട്ടെന്ന് തിരിച്ച് സ്റ്റേഷനിലെത്തി. ഇവിടെ അതിനെക്കാട്ടി മഴ. അപ്പം നമ്മൾ കോപ്പൻഹാഗൻ സ്റ്റേഷനിൽ തന്നെ എത്തിയപ്പം അവിടെ നന്നായിട്ട് മഴ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ 7 മണിയാവാനായി. 7 മണി. ഇനിയിപ്പോൾ നേരെ നമ്മൾ റൂമിലല്ലേ. ഇനിയിപ്പോൾ നാളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഗോതംബർഗിലേക്ക് പോകാം. സ്വീഡൻ്റെ ഗോതംബർഗ് ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇനിയിപ്പോൾ നേരെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്തതിൽ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.